നമസ്കാരം. പ്രാർത്ഥനാ നിർഭരമായ ഈ സായം സന്ധ്യയിൽ എല്ലാവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം ദീപം സന്ധ്യാദീപം. അവധൂതന്മാരെ ഗുരുക്കന്മാരായി സ്വീകരിക്കണമോ എന്നൊരു സംശയം ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആത്മജ്ഞാനികളായ മഹാത്മാക്കൾ രണ്ട് തരത്തിലുണ്ട്. ലോകമര്യാദയെ സ്വീകരിച്ചവരും സ്വീകരിക്കാത്തവരും. ലോകമര്യാദ സ്വീകരിക്കുന്നവർ ഗുരു ശിഷ്യ പരമ്പരയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവഹാരത്തിലായിരിക്കും. ചിലപ്പോൾ സമൂഹത്തിൻ്റെ ഉന്നതിക്കായി സ്ഥാപനാദികളിലും വ്യാപൃതരായിരിക്കും. ഇത്തരം ലോക വ്യവഹാരത്തെ ഒന്നും സ്വീകരിക്കാത്ത മഹാത്മാക്കളാണ് അവധൂതർ. രണ്ടായാലും ആത്മജ്ഞാനത്തിന് കൂടുതലോ കുറവോ ഒന്നുമില്ല. അവധൂതന് തത്വബോധം കൂടുതലാണെന്നോ അതല്ല ലോകവ്യവഹാരത്തെ സ്വീകരിച്ചവർക്കാണ് അധികം എന്നൊന്നും പറയാനാകില്ല. എന്നാൽ ഒരു വ്യത്യാസമുണ്ട്. ലോകവ്യവഹാരത്തിലേക്ക് ഇറങ്ങി വന്ന മഹാത്മാവിൽ നിന്നേ ശിഷ്യർക്ക് തത്വബോധം നേരിട്ട് മനസ്സിലാക്കാൻ കഴിയൂ. അവധൂതൻ്റെ സന്നിധിയിൽ നിന്നും ശിക്ഷണം കിട്ടില്ല. കാരണം അവർ ഗുരുശിഷ്യാദി വ്യവഹാരങ്ങളെ സ്വീകരിക്കുന്നതല്ല. അദ്ദേഹത്തിൻ്റെ ആചാരങ്ങൾ കണ്ട് മനസ്സിലാക്കി ശീലിച്ചുകൂടെ എന്നൊരു സംശയമുണ്ടാകാം. അത് പറ്റില്ല എന്ന് മാത്രമല്ല, പാടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ലോകവ്യവഹാരത്തെ അംഗീകരിക്കാത്ത അവധൂതൻ്റെ ആചരണം സാധാരണ സമൂഹത്തിന് അനുകരണീയമല്ല. അവധൂതൻ ശുദ്ധാശുദ്ധ ബോധത്തിനും അപ്പുറമാണ്. ആഹാര വിഹാരാദികളെ സംബന്ധിച്ച് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള വിധി നിഷേധങ്ങളൊന്നും അവധൂത മനസ്സ് പാലിക്കപ്പെടണമെന്നില്ല. അതേസമയം ലോകത്തിൽ ഉയരണമെന്നുള്ളവർ വിധിനിഷേധങ്ങളെ പാലിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ ഇത് ജന്മത്തിൻ്റെ തന്നെ അധപതനത്തിന് കാരണമാകും. അവധൂതരുടെ അരികിലെത്തിയാൽ ചിലപ്പോൾ മഹാഭാഗ്യത്തിന് എന്തെങ്കിലും ഉപദേശം കിട്ടിയെന്നിരിക്കും. അതൊക്കെ ഭാഗ്യം മാത്രം. അതുകൊണ്ട് അവധൂതരെ ലോകത്തിൽ ജീവിക്കുന്നവർ ഗുരുവായി സ്വീകരിക്കാതിരിക്കുന്നതാണ് ഉചിതം. തുടർന്ന് കാവാലം ശ്രീകുമാർ സാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. അന്നേരമാശു കാണായി വന്നിതു വരുന്നതത്യുന്നതമായ മഹാസത്വം അത്യുഗ്രാരവം ഉദ്ധൂതവൃക്ഷം കരാളോജ്വല ദംഷ്ട്രാന്വിത വക്ത്രഗഹ്വരം ഘോരാകാരമാരുണ്യനേത്രം വാമാംസസ്ഥലന്യസ്തശൂലാഗ്രത്തിങ്കലുണ്ടു ഭീമശാർദൂല സിംഹമഹിഷ വരാഹാദി വാരണ മൃഗവന ഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചും കൊണ്ടുച്ചത്തിലലറി വന്നിടിനാനതു നേരം ഉത്ഥാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടത് ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ. കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാര നീ വല്ലഭേ ബാലേ സീതേ പേടിയായി ഗേതുമെടോ
വല്ല ജാതിയും പരിപാലിച്ചു കൊൾവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനേതുമൊന്നിളകാതെ വന്നുടനടുത്തിതു രാക്ഷസപ്രവരനും നിഷ്ഠുരതരമവനെട്ടാശ പൊട്ടും വണ്ണമട്ടഹാസം ചെയ്തിടിവെട്ടിയിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ. ഇനി രാമായണ ദർശനം. ആത്മബോധവും ഭക്തിയും പഠിപ്പിക്കുന്നതിനോടൊപ്പം പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണമെന്നും രാമായണം എന്ന മഹത് ഗ്രന്ഥം നമ്മെ ബോധവാന്മാരാക്കുന്നു. മനസാന്നിധ്യം കൈവിടാതെ സമചിത്തതയോടെ വന്നു ചേരുന്ന പ്രതിസന്ധികളെ നേരിടണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന സന്ദർഭമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി നമുക്ക് പറഞ്ഞു തരുന്നത്. സ്വാമിജിയുടെ വാക്കുകൾ കേൾക്കാം. ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഘോരകാനനത്തിലേക്ക് പ്രവേശിച്ച് യാത്ര തുടരുകയാണ്. ആ സമയത്താണ് അതിഭീഷണമായൊരു സത്വം കാണപ്പെടുന്നത്. എങ്ങനെയുള്ള സത്വം? അന്നേരമാശു കാണായി വന്നിതു വരുന്നത് അത്യുന്നതമായ മഹാസത്വമത്യുഗ്രാരവം. ഉദ്ധൂതവൃക്ഷം കരാളോജ്വലദംഷ്ട്രാന്വിത വക്ത്രഗഹ്വരം ഘോരാകാരം ആരുണ്യനേത്രം. വാമാംസസ്ഥലന്യസ്തശൂലഗ്രത്തിങ്കലുണ്ടു ഭീമശാർദൂല സിംഹമഹിഷവരാഹാദി വാരണമൃഗവനഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു കൊണ്ടുച്ചത്തിലലറി വന്നിടിനാനതു നേരം. ആ ഒരു ഭീഷണമായ ചിത്രം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുകയാണ്. അനേക മൃഗങ്ങളെ കുന്തത്തിൽ കോർത്ത്, എന്തിന്, പുരുഷന്മാരും പല മനുഷ്യരുമുണ്ട്, അങ്ങനെ അനേകം ജന്തുക്കളെ, മനുഷ്യരടക്കമുള്ള ജീവികളെ പിടിച്ചുയർത്തിക്കൊണ്ടും പച്ചമാംസം ഭക്ഷിച്ചുകൊണ്ടും ഉച്ചത്തിൽ അലറി വിളിച്ചുകൊണ്ട് ആ ഉഗ്രസത്വം വരികയാണ്. കൊടും കാട്ടിൽ സീതയോടുകൂടെ പ്രവേശിച്ച് യാത്രയുടെ ഏറെ കുറേ ആദ്യഘട്ടത്തിലാണ് ഈ സംഭവം. ആ സമയത്ത് ഉത്ഥാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടഥ ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ. കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം. സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരാ നീ. വല്ലഭേ ബാലേ സീതേ പേടിയായി കേതുമെടോ വല്ല ജാതിയും പരിപാലിച്ചു കൊൾവനല്ലോ. എന്നരുൾ ചെയ്തു നിന്നാനേതുമൊന്നിളകാതെ വന്നുടൻ അടുത്തിതു രാക്ഷസപ്രവരനും. ഓരോ സന്ദർഭത്തിലും ഭക്തിയുടെയും ധർമ്മത്തിൻ്റെയും പരമമായ തത്വവിചാരത്തിൻ്റെയും ഒക്കെ സന്ദേശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ കൃതാർത്ഥമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാമായണം പ്രതിസന്ധികളുടെ ഘട്ടങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കണം, ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധികൾ വന്നു ചേരുമ്പോൾ ഏത് രീതിയിലായിരിക്കണം നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്, ഇതിനെക്കുറിച്ചും വ്യക്തമായ ചിത്രം നൽകുന്നതാണ്. അത്തരമൊരു വ്യക്തമായ ദർശനമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. നോക്കൂ, ഈ കൊടുങ്കാട്ടിൽ ഇത്ര ഭീകരമായ ആ ഒരു സത്വം തങ്ങളുടെ നേർക്ക് വരികയാണ്. കൂടെ സീതയുമുള്ള സാഹചര്യം. ആ സമയത്തും അവരെങ്ങനെ മനസാന്നിധ്യം നമ്മൾ നിലനിർത്തണമെന്നും എങ്ങനെ അത്തരം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കണമെന്നും കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. നോക്കൂ,
എഴുന്നേറ്റ് അമ്പും വില്ലും സജ്ജമാക്കിക്കൊണ്ട് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുകയാണ്, ഹേ കുമാര, നീ കണ്ടോ, ഭയങ്കരനായൊരു രാക്ഷസൻ വന്നു ചേരുകയാണ്. അവിടെ ലഘുതരം എന്ന ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്. അത് എഴുത്തച്ഛൻ്റെ പ്രയോഗമാണ്. വളരെ ലഘുതരമായി, അനായാസേന ആ രാക്ഷസൻ നമ്മുടെ നേർക്ക് വന്നെടുക്കുന്നത് നോക്കൂ. അതുകൊണ്ട് സന്നദ്ധനായി അമ്പും വില്ലും തയ്യാറാക്കിക്കൊണ്ട് ചിത്തമുറപ്പിച്ച് നീ നിൽക്കുക. അല്പവും പതറുകയല്ല ചെയ്യുന്നത്. ഇത്രക്കേറെ ഭീഷണമായൊരു സാഹചര്യത്തിൽ, വനമധ്യത്തിൽ അല്പം പോലും പതറാതെ ആ സാഹചര്യത്തെ എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കണം, അതിൻ്റെ ഉത്തമ നിദർശനമാണ് ഇവിടെ ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ട് നീ സജ്ജനായി സന്നദ്ധനായി നിലകൊള്ളൂ, അമ്പും വില്ലും തയ്യാറാക്കിയിട്ട് എന്നല്ല, സീതയെ സമാധാനിപ്പിക്കുകയാണ്. ഹേ ബാലേ, വല്ലഭേ, സീതേ, ഒട്ടും നീ ഭയപ്പെടരുത്. ഏത് വിധേനയായാലും ഞാൻ പരിപാലിച്ചു കൊള്ളും. ഇവിടെ നേതൃഗുണം എന്നുള്ളത് സുസ്പഷ്ടമായി കാണപ്പെടുകയാണ്. തൻ്റെ കൂടെയുള്ളവരെ സമാധാനിപ്പിക്കുകയും അവരെ ഒരു പ്രതിസന്ധി നേരിടാൻ തയ്യാറാക്കുകയും ചെയ്യുന്ന ഒരു ഭാഗത്ത്, എന്നല്ല, തികഞ്ഞ ആത്മവിശ്വാസം അവർക്ക് നൽകുന്നു. ഇതാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നേതൃഗുണം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. തികഞ്ഞ ആത്മവിശ്വാസം നൽകുന്നു. അതേ സമയത്ത് അത് അന്ധമായൊരു ആത്മവിശ്വാസമല്ല. പ്രതിസന്ധിയെ നമ്മൾ ഒത്തൊരുമിച്ച് നേരിടണം എന്നുള്ള സന്ദേശം കൂടി അതിൻ്റെ കൂടെ നൽകുന്നുണ്ട്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഏത് വിധേനയായാലും പരിപാലിക്കും. ഹേ സീതേ, ഒരിക്കലും ഭയപ്പെടരുത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ ഒന്ന് ലക്ഷ്മണനോട് തയ്യാറാവാൻ നിർദ്ദേശിച്ചു, സീതയോട് ഭയപ്പെടാതിരിക്കാനും. രണ്ടു പേർക്കും ആത്മവിശ്വാസം നൽകും വിധം താൻ പരിപാലിക്കും എന്ന് പ്രതിജ്ഞയും ചെയ്തു. ഇവിടെ നമുക്ക് ശ്രീരാമൻ്റെ ആ ഒരു ധർമ്മനിഷ്ഠയെയും വീര്യത്തെയും ഏത് പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാൻ ഉള്ള മനസ്സാന്നിധ്യത്തെയും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് എങ്ങനെ ആത്മവിശ്വാസം നൽകണം എന്നുള്ള ആ ബോധവും, ഇതെല്ലാം ഒരുപോലെ നമ്മുടെ മുമ്പിൽ പ്രദർശിതമാകുന്ന ഒരു സന്ദർഭമാണിത്. ഈ സമയത്ത് വന്നുടനടുത്തിതു രാക്ഷസപ്രവരനും നിഷ്ഠുരതരം അവനെട്ടാശ പൊട്ടും വണ്ണം അട്ടഹാസം ചെയ്തിടി വെട്ടിയിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നും കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ. മനസാന്നിധ്യത്തോടുകൂടി പ്രതിസന്ധിയെ അതിജീവിക്കാൻ ശ്രീരാമൻ സ്വയം തയ്യാറെടുക്കുകയും സീതാലക്ഷ്മണന്മാരെ തയ്യാറാക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ആ രാക്ഷസൻ അതിഘോരതരമായി അവരോട് അട്ടഹസിക്കുകയാണ്. ആ ഭാഗം നമുക്ക് തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. രാമായണം ലോകത്തിന് നൽകുന്ന മറ്റൊരു സന്ദേശമാണ് നേതൃപാഠവം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെയുള്ളവരെ സമാധാനിപ്പിക്കുന്നതിനോടൊപ്പം അവരെ സംരക്ഷിക്കും എന്ന ഉറപ്പ് നൽകുന്നത് നേതൃപാഠവത്തിൻ്റെ തെളിവാണ്. കൂടെയുള്ളവർക്ക് ആത്മവിശ്വാസം പകരുന്നതിനോടൊപ്പം പ്രതിസന്ധികളെ ഒരുമിച്ച് നിന്ന് പരിഹരിക്കും എന്ന വിശ്വാസം പകരാൻ തെളിമയാർന്ന മനസ്സുള്ള ഒരു നേതാവിനെ കഴിയൂ. ആ സത്യമാണ് രാമായണം പഠിപ്പിക്കുന്നത്. ഇനി സനാതനധർമ്മം. സന്തോഷം എങ്ങനെ വേണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. രണ്ട് വശത്തേക്കും തിരിക്കുന്ന താക്കോൽ പോലെയാണത്. എങ്ങോട്ട് തിരിക്കണം എന്ന തീരുമാനം നമ്മുടേതാണ്. ഈ വിഷയത്തെക്കുറിച്ചാണ് സ്വാമി അനഘാമൃതാനന്ദപുരി ഇന്ന് സനാതനധർമ്മത്തിൽ സംസാരിക്കുന്നത്. ഓം അമൃതേശ്വരിയെ നമഃ.
രണ്ട് രാജ്യത്തെ പൗരത്വത്തെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ രണ്ട് ലോകത്തെ പൗരത്വമുള്ളവരാണ്. ഒന്ന് ആന്തരികമായിട്ടുള്ളത്, ഒന്ന് ബാഹ്യമായിട്ടുള്ളത്. ഈ രണ്ട് ലോകങ്ങളെയും തമ്മിൽ ഇണക്കുന്നതിലാണ് സന്തോഷത്തിൻ്റെ താക്കോലിരിക്കുന്നത്. അമ്മ പറയാറുണ്ട് സന്തോഷത്തെക്കുറിച്ച്, ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കുന്ന ഒരേ താക്കോൽ. എങ്ങനെ വേണം എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം. അതായത് നമ്മളിപ്പോൾ ഒരേ സമയം തന്നെ രണ്ട് ലോകങ്ങളിൽ വസിക്കുന്നവരാണ്, ബാഹ്യമായിട്ടും അതുപോലെ ആന്തരികമായിട്ടും. ഈ ഒരു സത്യത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് നമുക്ക് പലതരത്തിലും ദുഃഖമുണ്ടാക്കുന്നത്, അപൂർണതയുണ്ടാക്കുന്നത്. ഇതെല്ലാം തന്നെ അതായത് മനുഷ്യർക്ക് കേവലം ശരീരമോ മനസ്സോ അല്ലെന്ന് നമ്മുടെ പൂർവികർ മനസ്സിലാക്കിയിരുന്നു. ഋഷിമാർ അത് നമുക്ക് പറഞ്ഞു തന്നിരുന്നു. ഈ കാണുന്നതിനപ്പുറം ഒരു ലോകമുണ്ട്. അപ്പോൾ ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് നിർത്തുന്ന ശക്തിയാണ് ജീവശക്തി എന്ന് പറയുന്നത്. ആ ജീവശക്തിയെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് നമുക്ക് എത്രത്തോളം ഉണർത്തിയെടുക്കാൻ സാധിക്കും, അതനുസരിച്ചിരിക്കും നമ്മുടെ സന്തോഷത്തിൻ്റെ, ദുഃഖത്തിൻ്റെ എല്ലാം പരിസമാപ്തി ഉണ്ടാകുന്ന കാര്യങ്ങൾ. അതായത് ആ ശുദ്ധബോധത്തെ സാക്ഷാത്കരിച്ചവരാണ് മഹാത്മാക്കൾ, മഹാപുരുഷന്മാർ, ഈശ്വരപുരുഷന്മാർ എല്ലാവരും തന്നെ. അവർ നമുക്ക് കാണിച്ചു തന്നതും അവർ പറഞ്ഞു തന്നിരുന്നു എന്താണ്? ശാന്തമായ ഒരു മനസ്സും ആരോഗ്യമുള്ളൊരു ശരീരവും നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടൊരു കാര്യമാണെന്ന്. ശരീരം നമുക്ക് വേണം. മനസ്സും ശരീരവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ശരീരം നമുക്കൊരു ഉപകരണം മാത്രമാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു പാലം നമ്മൾ മറുകര കടക്കാൻ ഉപയോഗിക്കുന്നത് പോലെ. പാലത്തിൽ നമ്മൾ ആരും താമസിക്കാറില്ല. പാലത്തിൻ്റെ ലക്ഷ്യം തന്നെ നമുക്ക് ഇവിടെ നിന്ന് അപ്പുറേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള, അതായത് ഓരോ വ്യക്തിയും ഓരോ ജീവനും തൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും ഉപയോഗിച്ചുകൊണ്ട് ആ പരമ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനുള്ള ആ പ്രയത്നത്തിനെയാണ്, അല്ലെങ്കിൽ ആ പ്രയത്നം ആവശ്യമായതിനെക്കുറിച്ചാണ് ഗുരുക്കന്മാരും മഹാബുദ്ധന്മാരും എല്ലാവരും നമ്മളോട് പറഞ്ഞിരുന്നത്. അതായത് ശരീരത്തിനെയും കാണണം, മനസ്സിനെയും നമ്മൾ കാണണം. അതിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് പലപ്പോഴും നമ്മളെ നിയന്ത്രിക്കുന്ന മനസ്സിനെയാണ്. മനസ്സിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുന്നു, നിയന്ത്രണമില്ലാതെ പോകുന്നു. അതെവിടെയെല്ലാം ചെന്ന് നിൽക്കുന്നു അറിയില്ല. അപ്പം അമ്മ പറയാറുണ്ട്, മനസ്സിനെക്കുറിച്ച് അമ്മ പറയുന്നത്, കേടായ ഒരു വണ്ടി ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇടിച്ചിട്ടേ നിൽക്കുമെന്ന് പറയും. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ മനസ്സ്. ഇതിനെ തിരിച്ചു കൊണ്ടുവരാനാണ് ആധ്യാത്മികമായ പരിശീലനങ്ങൾ, മഹാപുരുഷന്മാരുടെ ഉപദേശങ്ങൾ. അതായത് നമ്മൾ ഇപ്പോൾ മനസ്സിൻ്റെ നിയന്ത്രണത്തിലാണ്, അത് മാറി മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക്, ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. സാധാരണഗതിയിൽ നമ്മൾ ബുദ്ധിയും മനസ്സും ഉപയോഗിച്ചാണല്ലോ പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ അതൊരിക്കലും തന്നെ നമുക്ക് ശാന്തിയും സമാധാനവും തരാറില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് രണ്ടും പരസ്പരം ചേർച്ചയില്ലാതെ പോകും. അപ്പോൾ ഈ ചേർച്ചയില്ലാതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് തീരുമാനങ്ങളെടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്. അതനുസരിച്ചിട്ടുള്ള നമ്മുടെ പ്രയത്നമനുസരിച്ചുള്ള, നമ്മുടെ ഉദ്ദേശമനുസരിച്ചുള്ള, നമ്മുടെ ലക്ഷ്യമനുസരിച്ചിട്ടുള്ള ആ സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ പറ്റാത്തത്. അപ്പം അതുകൊണ്ടാണ് ആധ്യാത്മികതയുടെ ഒരു അടിത്തറ നമുക്ക് വേണം എന്ന് പറയുന്നത്. ആ അടിത്തറ, അതായത് യഥാർത്ഥമായിട്ടുള്ളൊരു ബന്ധു എന്ന് പറയുന്നത് ആധ്യാത്മികതയാണ്. യഥാർത്ഥ ബന്ധു ആധ്യാത്മികതയായാൽ നമുക്കറിയാം ബന്ധുവിൻ്റെ പ്രാധാന്യം. നമ്മുടെ ബന്ധു ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് നമ്മുടെ വീടിനകത്ത് കയറി താമസിപ്പിക്കാൻ പറ്റൂ. ബന്ധു ചമഞ്ഞൊരാൾ വന്നാൽ നമുക്കയാളെ താമസിപ്പിക്കാൻ പറ്റില്ല. ബന്ധു ചമഞ്ഞ് വരുന്നവർ നമ്മുടെ വീട്ടിൽ കയറി താമസിച്ചാൽ ചിലപ്പോൾ നമ്മുടെ സമ്പാദ്യവും നഷ്ടപ്പെടും, ചിലപ്പോൾ നമ്മുടെ ജീവനും നഷ്ടപ്പെട്ടേക്കാം. അപ്പം അതുകൊണ്ട് മനസ്സ് പറയുന്നത് മാത്രം കേട്ടാൽ ഒരിക്കലും തന്നെ നമുക്ക് നമ്മുടെ സമാധാനമോ ശാന്തിയോ സന്തോഷമോ ഒന്നും തന്നെ നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട്
എവിടെ ആർക്കാണ് സ്ഥാനം കൊടുക്കേണ്ടതെന്നറിയണം. അപ്പോൾ യഥാർത്ഥ ബന്ധുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ബന്ധുവിന് ഏറ്റവും യോജിച്ച സ്ഥാനം കൊടുത്ത് അതിനെ ബഹുമാനിച്ച് ആദരിച്ച് നമ്മൾ അതിനെ കൊണ്ട് നടക്കുന്ന സമയത്ത് നമുക്ക് ആധ്യാത്മികമായ അടിത്തറ ഉണ്ടാകുകയും നമ്മുടെ യഥാർത്ഥ ബന്ധു ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ബന്ധുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട്, അതായത് ആധ്യാത്മികമായ അടിത്തറയിലൂടെ മനസ്സിനെ അമ്മ പറയുന്ന അനുഷ്ഠാനങ്ങളിലൂടെ, സാധനകളിലൂടെ, ഈശ്വര വിശ്വാസത്തിലൂടെ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ട ആ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ അനുഷ്ഠാനങ്ങളും. അതേതു തന്നെ ആകട്ടെ, മഹാത്മാക്കൾ പല രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ആ പറഞ്ഞു തരുന്നതിനെ നമ്മൾ ഒരു ലാഘവ ബുദ്ധിയോടെ കാണാതെ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ടതായ സ്ഥാനം കൊടുത്തുകൊണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ബന്ധു എന്നുള്ള ആ സ്ഥാനം സൂചിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ ബന്ധുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്ഥാനം കൊടുത്താൽ നമുക്ക് നേരത്തെ ആദ്യമേ ഞാൻ സൂചിപ്പിച്ച ആ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും, യോജിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ തന്നെ നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ ആധ്യാത്മികമായൊരു അടിത്തറയും അനുഷ്ഠാനങ്ങളും നമുക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന് നാം തിരിച്ചറിയുന്നത് എപ്പോഴാണോ അപ്പോൾ തൊട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഓം അമൃതേശ്വരി നമഃ. മനസ്സാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. അതാണ് വേണ്ടിടത്തും വേണ്ടാത്തയിടത്തും നമ്മെ കൊണ്ടുപോയി അശാന്തപ്പെടുത്തുന്നത്. മറിച്ച് മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ചാൽ ശാന്തി മാത്രമല്ല ജീവിത വിജയവും ലഭിക്കുമെന്നാണ് ഇന്ന് സ്വാമി അനഘാമൃതാനന്ദപുരി പറഞ്ഞത്. ഇനി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി ആരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഉഗ്രരൂപിണി ഘോരരൂപിണി രൗദ്രഭാവിനി അംബികേ. ഉഗ്രരൂപിണി ഘോരരൂപിണി രൗദ്രഭാവിനി അംബികേ. ദേവി ദേവി മഹാഭയങ്കരി ഭദ്രകാളി നമ